നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദക്ഷിണാഫ്രിക്കയോട് തോറ്റതിന് പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സഞ്ജു സാംസൺ ആരാധകർ. ഫോമിലല്ലാത്ത അഭിഷേകിനെയും തിലക് വർമ്മയെയും ടീമിൽ താങ്ങി നിർത്തുന്ന സൂര്യകുമാറിന്റെ അമിത ആത്മവിശ്വാസം ഇന്നലെ ഇന്ത്യയെ എത്തിച്ചത് ദയനീയ പരാജയത്തിലേക്കാണ്. T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോട് തോൽവി വഴങ്ങിയതിനു പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെ സഞ്ജു ആരാധകർ രംഗത്തെത്തി. നിരന്തരം ഫോമൌട്ടായിട്ടും അഭിഷേക് ശർമ്മയെയും തിലക് വർമ്മയെയും ടീമിൽ നിലനിർത്തുകയും സഞ്ജുവിന് അവസരം നൽകാതിരിക്കുകയും ചെയ്തതാണ് ആരാധകരെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഇതിനെ ന്യായീകരിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവ് ചെയ്തത്. എന്നാൽ ഇന്നലെ ഇന്ത്യൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകരുകയും ടീം തോൽക്കുകയും ചെയ്തതോടെയാണ് സൂര്യക്കെതിരെ ആരാധകർ ഒന്നടങ്കം തിരിഞ്ഞത്. T20 ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻമാരായിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ടൂർണമെന്റിന് മുൻപ് മികച്ച ഫോമിലായിരുന്നു ഇരുവരും. അതേസമയം ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ സഞ്ജു ഫോമൌട്ടായതോടെ പ്ലേയിംഗ് 11-ലെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇതോടെ സഞ്ജുവിന് പകരം ഇഷൻ കിഷൻ ഓപ്പണറായി എത്തി. ഇഷൻ പ്രതീക്ഷ കാത്തെങ്കിലും അഭിഷേക് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ലോകകപ്പിൽ കളിച്ച 4 കളിയിലും 3-ലും അഭിഷേക് 0-ന് പുറത്തായി. ഇന്നലെയാണ് അഭിഷേക് ആദ്യമായി റൺസ് കണ്ടെത്തുന്നത്. മറുവശത്ത് തിലക് വർമ്മയും വ്യത്യസ്തമായിരുന്നില്ല. അദ്ദേഹം തുടർച്ചയായി പരാജയപ്പെട്ടു, അതും ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ. അതിനിടെ അഭിഷേകിന് അസുഖമായത് കാരണം കൊണ്ട് മാത്രം ഒരു മത്സരത്തിൽ അവസരം കിട്ടിയ സഞ്ജു 8 പന്തിൽ 3 സിക്സ് അടക്കം 22 റൺസ് നേടിയിരുന്നു. ഇതോടെ അഭിഷേകിനും തിലകിനും പകരം സഞ്ജുവിന് അവസരം കൊടുക്കണം എന്ന മുറവിളി ഉയർന്നു. സൂപ്പർ 8 മത്സരത്തിന് മുൻപ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പരിഹാസരൂപേണയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അയാളെ തിലകിനു പകരം കളിപ്പിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നായിരുന്നു സൂര്യകുമാർ യാദവ് പരിഹാസച്ചിരിയോടെ ചോദിച്ചത്. ഈ പരിഹാസത്തെയാണ് ഇന്നലത്തെ തോൽവിയോടെ ആരാധകർ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പങ്കുവച്ച സൂര്യകുമാർ യാദവിന്റെ ഫോട്ടോയ്ക്ക് താഴെയാണ് സൂര്യക്കെതിരായ കമന്റുകൾ നിറയുന്നത്. നിന്റെ ചിരി തീർന്നോ, നീ ഇപ്പോൾ ചിരിക്കുന്നില്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇന്നലെ 76 റൺസിന്റെ തോൽവിയാണ് ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഓവറിൽ 7 വിക്കറ്റിന് 187 റൺസാണ് എടുത്തത്. ബ്രേവിസ് 45, മില്ലർ 63, സ്റ്റബ്സ് 44 എന്നിവരാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ഇന്ത്യയ്ക്കായി ബുംറ 3ഉം അർഷ്ദീപ് 2ഉം വിക്കറ്റെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ചീട്ടുകൊട്ടാരം പോലെയാണ് തകർന്നത്. ഇഷൻ കിഷൻ 0, അഭിഷേക് ശർമ്മ 15, തിലക് വർമ്മ 1, സൂര്യകുമാർ യാദവ് 18, വാഷിംഗ്ടൺ സുന്ദർ 11, ഹർദിക് പാണ്ഡ്യ 18, റിങ്കു സിംഗ് 0 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ സ്കോറുകൾ. ശിവം ദുബെ 47 മാത്രമാണ് പൊരുതി നോക്കുകയെങ്കിലും ചെയ്തത്. കണക്കുകൾ കള്ളം പറയില്ല. സഞ്ജുവിനെപ്പോലൊരു താരത്തെ പുറത്തിരുത്തി പരീക്ഷണങ്ങൾ തുടരുന്നതിൽ നിങ്ങൾക്കെന്ത് തോന്നുന്നു? സൂര്യകുമാർ യാദവിന്റെ ആ പരിഹാസത്തിന് കാലം കൊടുത്ത മറുപടിയാണോ ഇന്നലത്തെ തോൽവി? നിങ്ങളുടെ ആവേശകരമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സഞ്ജു ആരാധകർ ഉണ്ടെങ്കിൽ ഒന്ന് പവർ കാണിക്കൂ. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.